വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് പ്രകൃതി സ്നേഹികൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ആനകൾക്ക് അഭയം കൊടുക്കുന്ന അഭയാരണ്യത്തിലാണ് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം. അഭയ ആരണ്യം, അതായത് കാടിനുള്ളിൽ ഒരു അഭയം കൊടുക്കുന്ന സ്ഥലം എന്നാണ് കേട്ടോ ഇതിൻ്റെ ഉള്ള മീനിങ്. ഇവിടെ നമ്മുടെ വൈൽഡായിട്ടുള്ള, അതായത് റെസ്ക്യൂ ഒക്കെ ചെയ്തുകൊണ്ട് വരുന്ന ആനക്കൂട്ടന്മാരെയൊക്കെ പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കാലടിയിലാണ് കേട്ടോ സ്ഥലം. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകാം. 70 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അങ്ങനെ നമ്മൾ താമരക്കുട്ടന്മാരെയൊക്കെ കണ്ടിട്ട് ഈ അഭയാരണ്യത്തിന്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. തട്ടേക്കാട് ചെന്ന പോലെയാണ് എനിക്ക് തോന്നി. തട്ടേക്കാടും ഇതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഉദ്യാനം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ബട്ടർഫ്ലൈ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പം നമ്മൾ നേരെ ആ ഒരു ആരണ്യത്തിലോട്ട് കയറി പോവാണ്. അതായത് കാടാണ് കേട്ടോ. ഇവിടെ നമുക്ക് ആനക്കുട്ടന്മാരെ മാൻകുട്ടന്മാരെ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. മാനിൻ്റെ പാർക്കുണ്ട്, 2 ടൈപ്പ് മാനുകളുണ്ട്. അപ്പം എന്തായാലും നമുക്ക് എല്ലാവരെയും ഒന്ന് കണ്ടേക്കാം കേട്ടോ. മിനി സൂ എന്നാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കറക്റ്റാണ്. ഇനിയിപ്പം നമ്മൾക്ക് ഓരോരോ കാഴ്ചകളായിട്ട് കാണാം. കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ഇല്ലിമുളം കാടുകളിൽ കൂടെ കയറിയാണ് പോകുന്നത്. അതിൻ്റെ കുറേ സൈഡിലായിട്ട് കുറച്ചധികം മാനുകളെ പാർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇല്ലിക്കാടുകളുടെ ഭംഗി എവിടെ വെച്ചാലും അടിപൊളിയാണ്, വീടിൻ്റെ സൈഡിലാണെങ്കിലും കാട്ടിലാണെങ്കിലും. അപ്പം നോക്കുമ്പോൾ പുള്ളിമാൻ ഇങ്ങനെ കൊമ്പൊക്കെ ഇങ്ങനെ വിടർത്ത് നിൽക്കുക കേട്ടോ. നമ്മൾ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ കൊമ്പുള്ള മാനുകളെ. പിന്നെ പണ്ട് ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം നേരിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല സൗന്ദര്യമാണ് കേട്ടോ അതുങ്ങളെ കാണാൻ വേണ്ടി. അതുങ്ങളിങ്ങനെ ദൂരെ ഇങ്ങനെ സൗര്യ വിഹാരം നടത്തുവാണ്, ആരും ഇല്ല തടയാൻ. അതുങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുവാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൂം ചെയ്ത് വായിച്ച് നോക്കാവുന്നതാണ്. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായി പോവില്ലേ. അപ്പോൾ അതല്ലാതെ വേറെ സാമ്പാർ ഡിയർ എന്ന് പറഞ്ഞിട്ട് വേറൊരു മാനും ഉണ്ട്, മാൻ. അപ്പം ദൂരേന്ന് അവന്മാരെ കാണാൻ മേല. അവന്മാർ ഇങ്ങനെ മണ്ണിനോട് ചേർന്ന് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. കൊമ്പുള്ളവരും കൊമ്പില്ലാത്തവരൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഈ മാനുകളെ പറ്റി പറയാൻ അറിയില്ലാത്തതുകൊണ്ട് പറയുന്നില്ല ഗൈസ്. അപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും കൂണുകളൊക്കെ കാണാം, അതുപോലെ പുറ്റുകളെല്ലാം കാണാൻ. കാടിനകത്ത് എന്തൊക്കെയുണ്ട് അതെല്ലാം കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്കിപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് പെട്ടെന്ന് പോകണം തോന്നുവാണെങ്കിൽ എറണാകുളത്തുണ്ടെങ്കിൽ കാലടിയിലോട്ട് പോവുക, ഈ കപ്രിക്കാട് പോവുക കേട്ടോ. 70 രൂപ ടിക്കറ്റ് എടുക്കുക, കയറുക, കാണുക. ദൂരെ നോക്കുമ്പോഴത്തേക്ക് ഇത്രയും പേര് ഇവിടെ നിരന്ന് കിടപ്പുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തേ ഇല്ല കേട്ടോ. ഞാൻ സൂം ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇവരെയൊക്കെ കാണാൻ വേണ്ടി പറ്റിയത്. അങ്ങനെ വേറെ കുറച്ച് പേരുണ്ട്. കേഴയാണോ അതോ ഈ വേറെ എന്തോ, എനിക്ക് ഇതിൻ്റെ പേര് അറിയത്തില്ല മലയാളം. അങ്ങനത്തെ അവരെയും കണ്ട്. അവരൊക്കെ പുല്ലൊക്കെ തിന്ന് മഴയൊക്കെ ആസ്വദിച്ച് നനഞ്ഞ് അവിടെയൊക്കെ നിൽക്കുക കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഞാനിതിനെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ട് സൂവിൽ തിരുവനന്തപുരത്ത് പോയപ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊക്കെയാണോ ഓർമ്മയില്ല. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ടും ആനകളെയല്ലേ കാണേണ്ടത്. ആനകളെ പാർപ്പിച്ചിരിക്കുകയാണ്. അവിടെ ഇവിടുന്നൊക്കെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ആനക്കുട്ടന്മാരെ കുട്ടികളെയൊക്കെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ടെന്നേ. അപ്പോൾ ഇവന്മാരുടെയാണെന്ന് ഈ ഒരു പ്ലാവലയൊക്കെ കിടക്കുന്നുണ്ട്, അതിലേക്ക് ആനപ്പിണ്ടം കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ട് സ്ഥലത്ത്. കുറച്ച് പേരുണ്ട്, ഒരു 6-7 പേരുണ്ട് കേട്ടോ. എല്ലാവരുടെയും പേരും അവരെങ്ങനെയാണ് ഇവിടെ വന്നതെന്നും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സുനിത, ലക്ഷ്മി, അഭിമന്യു, ചന്ദ്രു, അങ്ങനെ എല്ലാവരും ഉണ്ട്. എൻ്റെ പൊന്നെ അടിപൊളിയാണ്. എനിക്കാണെങ്കിൽ അടിപൊളിയല്ല, കാരണം കാലയിൽ ചങ്ങല ഇട്ടിട്ടുണ്ടാവും. അവന്മാരെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നവരായിരിക്കാം കേട്ടോ. കാട്ടാനകളുടെ അത്രയും ഒരു സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നില്ലെങ്കിൽ പോലും പൂരത്തിനൊക്കെ കൊണ്ട് നിർത്തുന്ന ആനക്കുട്ടന്മാരെക്കാളും സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. ശരിക്കും ആനകൾ ഡാൻസ് കളിക്കുന്നതല്ല, അവർക്ക് ഡിസ്റ്റർബൻസ് വരുന്നതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതെന്നാണ് എനിക്ക് ജെമിനി ചേച്ചി പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ പേരും അവരുടെ പ്രായവും ഒക്കെ ആ സൈഡിൽ ബോർഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോരുത്തരുടെ, ഇവൻ ഇച്ചിരി ടെററാന്ന് തോന്നുന്നു. പുള്ളി കുറച്ച് 2 ചങ്ങലയിലൊക്കെയാണ് പുള്ളിയെ നിർത്തിയേക്കുന്നത്. പുള്ളിയുടെ കൊമ്പ് കണ്ടിട്ട് തന്നെ നല്ല പേടിയായി. അപ്പോൾ ഇവളെ നല്ല രസമുണ്ടല്ലോ, സുനിത, കള്ളി പെണ്ണ്. അവളിങ്ങനെ പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഇവരെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇവരുടെ റീപ്രൊഡക്ഷൻ, ഇവരുടെ ഫുഡ് കഴിക്കുന്ന രീതി, അതുങ്ങൾ വെള്ളം കുടിക്കുന്ന രീതി, ഇതുങ്ങൾ വളരുന്നത്, ഇവരുടെ ഫാമിലി, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സൂം ചെയ്ത് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ കിട്ടും. ഞാൻ എന്തായാലും ആദ്യമായിട്ട് പെട്ടെന്ന് പോകാൻ കിട്ടിയെന്ന അവസരം പാഴാക്കിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് കണ്ടു. അഭിമന്യുവിനെ അങ്ങ് താഴെ കൊണ്ടാണ് തളച്ചിരിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല, പുള്ളി കുറച്ച് ടെററായിരിക്കും തോന്നുന്നു. വാഷ്റൂമൊക്കെ ഉണ്ട്, വരുന്ന ആൾക്കാർക്ക് കഫ്റ്റീരിയ അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊന്നും കയറി അടുത്ത് പോയി കാണാൻ തുടങ്ങാൻ പറ്റുന്നില്ല. ഇവന്മാർ വൈൽഡായിട്ടുള്ള ആനിമൽസാണ്. ഓരോരോ അവസരത്തിൽ ഇവർക്ക് ഇവിടെ വരേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ സന്ദർശകർക്കുള്ള അവിടെ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ട ആ ഒരു ബട്ടർഫ്ലൈനെ മാത്രമാണ് എനിക്ക് കാണാൻ വേണ്ടി പറ്റിയത്. പിന്നെ ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ട്. കാട് എൻജോയ് ചെയ്ത് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ആൾ ഇതേ നിൽക്കുന്നു, പീലാണ്ടി ചന്ദ്രു. ഇവനാണെങ്കിൽ കുറച്ച് ടെററാന്ന് തോന്നുന്നു. എല്ലാവരുമായിട്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതേ ഉള്ളെന്നാണ്
അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 49 വയസ്സുണ്ട് കേട്ടോ. പുള്ളിക്കാരനാ ഭയങ്കര കഴിപ്പാണ്. നമ്മളൊക്കെ ചെന്നപ്പോഴത്തേക്കും കുറച്ചിങ്ങനെ കാണിച്ചത് ആനക്കൂടാ കേട്ടോ, ആനകളെ ട്രെയിൻ ചെയ്യുന്നതാണ്. അത് പോയി കിടക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോരോ മരങ്ങളും ചെടികളും ഒക്കെ കണ്ട് കാടിൻ്റെ ആ ഒരു ഭംഗിയും സൗണ്ടും ഒക്കെ കേട്ട് ഇങ്ങനെ നടന്ന് വരാൻ വേണ്ടി നല്ല രസമാണ്. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മടുത്തു. നമ്മളിപ്പോൾ അധികം നടക്കുന്നൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ആനകളെ കുളിപ്പിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ കാണാൻ വേണ്ടി പോകണം. ആനകളുടെ കടവ് പെരിയാറിൻ്റെ തീരത്താണ് ഈ കപ്രിക്കാട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പെരിയാറിൽ ഇറങ്ങിയാണ് ഇവന്മാരെ കുളിപ്പിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകുമ്പോൾ ഭയങ്കര കാടിൻ്റെ ആ ഒരു സൗണ്ടുമാണ് നമ്മളെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് ഈറ്റ ഉണ്ട് കേട്ടോ. ഈറ്റ ഇല്ലിയെല്ലാം ഉണ്ട് ഇവിടെ. നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ അട്ടയൊക്കെ ഇങ്ങനെ പോകുന്നത് എനിക്കെന്തോ പോലെയാണ്. കൊച്ചു കുട്ടികളൊക്കെ പാമ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഒച്ച വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഇതിനെ കണ്ടിട്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഹട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെറിയൊരു കുടിൽ. അതിനകത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാം. പിന്നെ രക്തചന്ദനത്തിൻ്റെ കാടുണ്ടെന്ന് അവിടെ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു കേട്ടോ. അപ്പോൾ അത് ഏതാണ് ആ രക്തചന്ദനം എന്ന് അറിയണ്ടേ? ചന്ദനം നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കും കണ്ടല്ലോ. അപ്പം ഇനി രക്തചന്ദനം കൂടെ കാണാമല്ലോ. അപ്പം ഞാൻ രക്തചന്ദനം എവിടെയെന്ന് അറിയാൻ വേണ്ടി ഓർത്ത്. അപ്പം ഈ കറുത്ത മരമാണോ രക്തചന്ദനം എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. അങ്ങനെ ഇനി ആദ്യം നമുക്ക് അതിന് മുമ്പായിട്ട് ആനകൾ കുളിക്കുന്ന സ്ഥലത്ത് പോകണ്ടേ. അപ്പോൾ അവിടെ ഇത് പെരിയാറിൻ്റെ തീരമാണ്. ഇന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ അത് നല്ലതായിട്ട് വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന വഴിക്ക് ഇവിടുത്തെ ഒരു ആളെ കണ്ടു. പുള്ളി ടാഗൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇവിടുത്തെ എംപ്ലോയി ആയിരിക്കും, അറിയത്തില്ല. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ് ഇന്ന് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നില്ല, ആനകളെ കുളിപ്പിക്കാൻ വേണ്ടി രാവിലെയും വൈകിട്ട് സമയമുണ്ട്, 2 പേരെ വെച്ച് രാവിലെയും വൈകിട്ടും കുളിപ്പിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ ഈ പോയ ദിവസം മഴ വന്നിട്ട് ഭയങ്കര വെള്ളമായിരുന്നു. അപ്പം എന്തായാലും ഇന്ന് കുളിപ്പിക്കുന്നില്ല എന്ന് കേട്ടോ പറഞ്ഞേ. പച്ചേട്ടൻ ഇറങ്ങി പോയിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ഞാൻ കുറച്ചേരം നോക്കിയെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല കൈസ്. അങ്ങനെ നമ്മൾ പെരിയാറിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പെരിയാറിൻ്റെ സൗന്ദര്യം എൻ്റെ ഇടുക്കി ജില്ല നിന്നാലും എറണാകുളത്ത് നിന്നാലും ഒരേപോലെയാണ്. എത്ര സുന്ദരിയാണല്ലേ. അങ്ങനെ അവിടെ തിരിച്ച് കയറി വന്നിട്ട് പിള്ളേരുടെ പാർക്കിൽ ഞാൻ കുറച്ച് നേരം കുട്ടിയായി മാറി ഡാൻസൊക്കെ കളിച്ചു. ഊഞ്ഞാലൊക്കെ ആടി. അപ്പം ഞാനൊരു ചന്ദനമരം കണ്ടുപിടിച്ചു. ചന്ദനമരം കണ്ടാൽ എനിക്കറിയാം കേട്ടോ. അപ്പം ഞാൻ വന്നിട്ട് ഈ മരത്തിന് കിള്ളി നോക്കി. ഇതാണോ ഇനി രക്തചന്ദനം? അതിൻ്റെ തോടിന് കുറച്ച് റെഡിഷ് ആയിട്ടുള്ള കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് പണ്ട് രക്തചന്ദനം അരച്ച മുഖത്തൊക്കെ ഇട്ടിട്ടില്ലേ കമ്പ്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനിങ്ങനെ അങ്ങ് വിശ്വസിച്ചത് കേട്ടോ. എന്നാലേ പുഷ്പയൊക്കെ ഇത് വെട്ടി വയ്ക്കാൻ വേണ്ടിയാണല്ലോ ആ ഒരു വലിയ സ്റ്റോറി വരെ ഉണ്ടാക്കിയത്. അങ്ങനെ കുട്ടികളുടെ പാർക്കിൽ നിന്ന് നേരെ അവിടെ ഒരു കഫ്റ്റേരിയ ഉണ്ട്. അവിടെ പോയിട്ട് അവിടെ ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവിടുത്തെ കുറച്ച് ആംബിയൻസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അങ്ങനെ ബട്ടർഫ്ലൈ എല്ലാം കണ്ട് ആനക്കുട്ടന്മാരെയും മാൻകുട്ടന്മാരെയും കേഴയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. നിങ്ങൾ പോകാൻ പറ്റുവാണെങ്കിൽ പോകാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്. ഫാമിലി ആയിട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.